അപ്പോൾ എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഈയിടെയായിട്ട് രചിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വാക്കാണ് അശോക ആൻഡ് ദ 9 അൺനോൺ. അശോകനും 9 അജ്ഞാതരും. ഭാരതത്തിലുണ്ടായിരുന്ന 9 അജ്ഞാത ആളുകളും അശോക ചക്രവർത്തിയും. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഭാരതത്തിൽ 321 BC മുതൽ 185 BC വരെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജവംശമായിരുന്നു നമ്മുടെ മൗര്യ സാമ്രാജ്യം. മൗര്യ ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ചക്രവർത്തിയായിരുന്നു അശോക ചക്രവർത്തി. അശോക ചക്രവർത്തിയുടെ കൂടെ ഉണ്ടായിരുന്ന ഈ സീക്രട്ട് സൊസൈറ്റി എന്തായിരുന്നു? ഇന്നത്തെ വേർഡ്സിൽ പറയുകയാണെങ്കിൽ സീക്രട്ട് സൊസൈറ്റി അതെന്തായിരുന്നു? അപ്പോൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ, ഇന്നത്തെ ഈ ഒരു കാലത്തിൽ നമുക്ക് ചിന്തിച്ചു നോക്കാം. ഈ അടുത്ത ഡയമെൻഷൻ ടച്ച് ചെയ്യാൻ കഴിഞ്ഞവർ, എനർജി മാനിപ്പുലേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും കഴിയുന്നവർ, ഈ ഒരു എനർജി, ഈ ഒരു കഴിവ് നോർമൽ ആളുകളിലേക്ക്, അല്ലെങ്കിൽ ഇത് ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുള്ളവരുടെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? അവരത് ഈസിലി ദുരുപയോഗം ചെയ്യും അല്ലേ? അപ്പോൾ ആ ഒരു തലത്തിൽ എത്തിയവർക്ക് മാത്രം, അല്ലെങ്കിൽ സീക്രട്ടായിട്ട് അത് കൊണ്ടു നടക്കാനും അത് അടുത്തവരിലേക്ക് പകർന്നു കൊടുക്കാനും അത് രാജ്യത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും ഉന്നമനത്തിനായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നവർക്ക് മാത്രമായിരുന്നു ആ എനർജീസ് അശോകൻ കൊടുത്തിരുന്നത്. അശോക ചക്രവർത്തിയെക്കുറിച്ച് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാൻ ഇന്ത്യ എംപയർ ആയിരുന്നു, അതുപോലെ അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചു, കലിംഗ യുദ്ധം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞ ഹിസ്റ്ററിയാണ്. അശോക ചക്രവർത്തിയെക്കുറിച്ച് അറിയാതെ അല്ലെങ്കിൽ എഴുതപ്പെടാതെ പോയ ഒരു വലിയൊരു ഹിസ്റ്ററി ഉണ്ട്. അത് നമുക്ക് ഇപ്പോഴും നമ്മുടെ ടെക്സ്റ്റ് ബുക്സിലോ നമ്മുടെ ഹിസ്റ്ററി ബുക്സിലോ കാണാൻ പറ്റില്ല. അതെന്താണെന്നുള്ളത് നമുക്ക് വരും കാലങ്ങളിൽ അറിയാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ചക്രവർത്തിമാരൊക്കെ ജ്ഞാനത്തിൻ്റെ തലത്തിലായാലും എനർജി തലത്തിലായാലും അവർ ഭയങ്കര ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരായിരുന്നു, ഉയർന്ന ഒരു ലെവലിൽ നിൽക്കുന്നവരായിരുന്നു. അപ്പോൾ അശോക ചക്രവർത്തിക്ക് അറിയാമായിരുന്ന കാര്യങ്ങളും ആ സമയത്ത് ഉണ്ടായിരുന്ന എനർജി മാനിപ്പുലേഷൻ ടെക്നിക്സും അതൊക്കെ 9 പേരിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്തുകൊണ്ടാണ്? എല്ലാം ഒരാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നെ നെക്സ്റ്റ് ഒരു ജനറേഷനിൽ ദുരുപയോഗം ചെയ്യപ്പെടാം. ഇതുകൊണ്ട് 9 ആളുകളിലേക്ക് 9 ടെക്നിക്സ് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇതിന് ശേഷമാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചത്, ബുദ്ധമതത്തിലേക്ക് കൺവേർട്ട് ആയത്. അപ്പോൾ ആ 9 പേരാണ് 9 അൺനോൺ മെൻ. അവരുടെ കൈകളിൽ 9 സീക്രട്സ് ഉണ്ട്. അപ്പോൾ ഈ 9 പുസ്തകങ്ങളിലെ കണ്ടൻസ് എന്തായിരുന്നു? എന്തിനായിരുന്നു ആ പുസ്തകങ്ങൾ ഇത്തിരി സീക്രട്ടായി വെച്ചത്? നമുക്ക് നോക്കാം. ആദ്യത്തെ പുസ്തകത്തിലെ കണ്ടൻറ്റ് ഫിസിയോളജിയെക്കുറിച്ചായിരുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ ഘടന. അതായത് ഒരു ഒറ്റ സ്പർശം കൊണ്ട്, ഒറ്റ ടച്ച് കൊണ്ട് ഒരാളുടെ ജീവൻ എടുക്കാൻ പറ്റുന്ന ടെക്നിക്ക് ആ പുസ്തകത്തിലുണ്ടായിരുന്നു. രണ്ടാമത്തെ പുസ്തകത്തിലെ കണ്ടൻറ്റ് ആശയവിനിമയത്തെക്കുറിച്ചായിരുന്നു, കമ്മ്യൂണിക്കേഷൻ ടെക്നിക്സ്. നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തെ മനുഷ്യർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല, ഭൂമിക്ക് പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷൻ. നമുക്ക് മനുഷ്യർക്ക് ഇപ്പോഴും അറിവില്ലാത്ത ടൈപ്പ് ഓഫ് ജീവജാലങ്ങൾ, അവരുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അവരുമായിട്ട് എങ്ങനെ ആശയവിനിമയം നടത്താം എന്നുള്ള സീക്രട്സ്, ടെക്നിക്സ്, അതിൻ്റെ അറിവുകൾ ഉണ്ടായിരുന്ന പുസ്തകമായിരുന്നു രണ്ടാമത്തെ പുസ്തകം. മൂന്നാമത്തെ പുസ്തകത്തിലെ കണ്ടൻസ് ഗ്രാവിറ്റിയെക്കുറിച്ചായിരുന്നു, അതായത് ഗുരുത്വാകർഷണം. ഗ്രാവിറ്റിക്ക് അപ്പുറത്തേക്ക് എങ്ങനെ സഞ്ചരിക്കാം, ഗ്രാവിറ്റിക്ക് മേലേക്ക് എങ്ങനെ പോവാം, ഇതിൽ നിന്നായിരുന്നു വൈമാനിക ശാസ്ത്രം ഉണ്ടായി വന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അടുത്ത പുസ്തകത്തിൽ ഉണ്ടായിരുന്നതാണ് മൈക്രോബയോളജിയും ബയോടെക്നോളജിയെയും കുറിച്ചുള്ള അറിവുകൾ, അതായത് സൂക്ഷ്മ ജീവശാസ്ത്രം, അതിനെക്കുറിച്ചുള്ള അറിവുകളായിരുന്നു ഈ പുസ്തകത്തിൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന അറിവ് അടങ്ങിയിട്ടുള്ള പുസ്തകമാണ് അടുത്തത്. പ്രൊപ്പഗണ്ട അല്ലെങ്കിൽ നെറേറ്റീവ് ബിൽഡിംഗ്. ഒരു കൂട്ടം ആളുകൾ എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പെരുമാറണം, അവർ ഏത് തരത്തിൽ ജീവിക്കണം, അതായത് ലോകത്തിൻ്റെ നെറേറ്റീവ് തന്നെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അവരുടെ ചിന്തകൾ എങ്ങനെ കൺട്രോൾ ചെയ്യാം, ആ അറിവുകൾ അടങ്ങിയിരിക്കുന്ന പുസ്തകമായിരുന്നു ഇതിലൊന്ന്. പിന്നെ വരുന്ന പുസ്തകങ്ങളിലെ കണ്ടൻസ് കോസ്മോളജിയും ആൽക്കമിയുമായിരുന്നു. കോസ്മോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡീസ്, അതിനെക്കുറിച്ചുള്ള അറിവുകൾ. പിന്നെ വരുന്ന പുസ്തകത്തിൽ ആൽക്കമി ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൽക്കമി എന്താണ്? മെറ്റൽസ്, ലോഹങ്ങളെ എങ്ങനെ ഉപയോഗിക്കണം, ഇതെങ്ങനെ മിക്സ് ചെയ്യാം. അടുത്ത പുസ്തകത്തിലെ കണ്ടന്റ് ആയിരുന്നു ലൈറ്റ് അഥവാ പ്രകാശം. ലൈറ്റിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, ലൈറ്റിൻ്റെ സ്പീഡിൽ എങ്ങനെ ട്രാവൽ ചെയ്യാം, ലൈറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ലൈറ്റ് എങ്ങനെ ഒരു ആയുധമായിട്ട്, ഒരു വെപ്പണായിട്ട് എങ്ങനെ ഉപയോഗിക്കാം, ഈ ടെക്നിക്സൊക്കെ ഉണ്ടായിരുന്ന പുസ്തകമായിരുന്നു എട്ടാമത്തെ പുസ്തകം. അവസാനത്തെ പുസ്തകം, 9ാമത്തെ പുസ്തകമായിരുന്നു സോഷ്യോളജിയെ സംബന്ധിച്ച പുസ്തകം, അതായത് സാമൂഹ്യ ശാസ്ത്രം. ഒരു വിഭാഗം ജനങ്ങളെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, എങ്ങനെ പുതിയതായി ഉണ്ടാക്കാം, അതുപോലെ തന്നെ എങ്ങനെ ഒരു സൊസൈറ്റിയെ മെല്ലെ 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 നശിപ്പിച്ച് ആ ഒരു സൊസൈറ്റിയെ തന്നെ ഇല്ലാതാക്കാം, ഈ ഒരു ഡിസ്ട്രക്ഷൻ പ്രോസസ്സും ഒരു ഫോർമേഷൻ പ്രോസസ്സും ഉൾപ്പെടുത്തിയിരുന്ന പുസ്തകമായിരുന്നു അവസാനത്തെ 9ാമത്തെ പുസ്തകം. അപ്പോൾ ഈ 9 അൺനോൺ മെൻ, അവരുടെ ഒരു എനർജി, അവരുടെ കൺട്രോളിലാണ് ഇനി ലോകത്തിൻ്റെ മുന്നോട്ടേക്കുള്ള പോക്ക് എന്നാണ് രചിച്ച് പറയുന്നത്.
രജിജി പറയുന്നു, ഇനി മുന്നോട്ടേക്കുള്ള കുറേ കാര്യങ്ങളിൽ അവരുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും, അവരുടെ കൈകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയുന്നു. ഇതിൽ നിന്ന് നേരെ നമുക്ക് ഒരു എക്സ്പീരിയൻസിലേക്ക് പോകാം. ഇതിൻ്റെ ഇടയിലാണ് രജിജി പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് സ്പിറ്റി വാലിയിലേക്ക് പോകണം എന്ന് പറയുന്നത്. സ്പിറ്റി വാലി ടിബറ്റിൻ്റെയും ഇന്ത്യയുടെയും നടുവിലുള്ള സ്ഥലമാണ്, കണക്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് സ്പിറ്റി വാലി. അവിടെ കീ മൊണാസ്ട്രിയിലേക്ക് പോകണം എന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത്. നമ്മൾ അങ്ങോട്ടേക്ക് യാത്ര തുടങ്ങുകയാണ്. ആ ഒരു യാത്രയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ ബാക്കിയുള്ള സ്ഥലം പോലെ ഭാരതത്തിൽ ഈസിലി എത്തിപ്പെടാൻ പറ്റിയൊരു സ്ഥലമല്ല സ്പിറ്റി വാലി. സ്പിറ്റി വാലിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഓഫ് റോഡ് ഒരു 150-200 അടുത്ത് കിലോമീറ്റർ ഓഫ് റോഡ് ജേണി പോകണം. രജിജിക്ക് എല്ലാ യാഗത്തിന് മുന്നേയും ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു അപകടം നടക്കാറുണ്ട്. പെയിനിൻ്റെ ഒരു സിറ്റുവേഷൻ, വേദനയുടെ ഒരു സിറ്റുവേഷനിലൂടെ അദ്ദേഹം കടന്നു പോകാറുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഉജ്ജയിൻ യാഗത്തിൻ്റെ സമയത്ത് അദ്ദേഹത്തിന് നട്ടെല്ലിൻ്റെ ഭാഗത്ത് നടുവിൻ്റെ ഭാഗത്ത് അവിടെ ഒരു ഇഞ്ചറി ഉണ്ടായി, സർജറി വേണ്ടി വന്നു. അത് യാഗത്തിനോട് അടുപ്പിച്ചിട്ടായിരുന്നു. അപ്പോൾ ആ യാഗത്തിൻ്റെ സമയത്ത് അദ്ദേഹം വളരെയധികം ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആ യാഗം കഴിഞ്ഞ ഉടനെ ആയിരുന്നു സിക്കിം ട്രാവൽ ഭയങ്കര തണുപ്പുള്ള സ്ഥലമാണ്. നമുക്കൊക്കെ നോർമൽ ആൾക്കാർക്ക് പോലും ജോയിൻറ്റ് പെയിൻ ഒക്കെ വരുന്നൊരു അത്രയും തണുപ്പുള്ള സ്ഥലമാണ്. അവിടെ പോയിട്ടാണ് അഗ്നിയാഗത്തിൻ്റെ മെസ്സേജാണെന്ന് കിട്ടി. അതിനുശേഷമുള്ള എക്സ്പീരിയൻസ് ആണ് ഈ സ്പിറ്റി വാലി. സ്പിറ്റിയുടെ യാത്ര നേരത്തെ പറഞ്ഞ പോലെ 200 കിലോമീറ്റർ ഓഫ് റോഡാണ്, റോഡുകളില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സർജറി കഴിഞ്ഞൊരു വ്യക്തിക്ക് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും, ഒരിക്കലും ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അവിടെ എത്തിപ്പെടുക എന്നുള്ളത്. പക്ഷേ ഭഗവാന്റെ മെസ്സേജ് കിട്ടി, അദ്ദേഹം പോകണം എന്ന് പറഞ്ഞു. ആ റൂട്ട് തന്നെ തിരഞ്ഞെടുത്തത് ഓഫ് റോഡ് ആയിട്ടുള്ള റൂട്ട് തന്നെയാണ്. പെട്ടെന്ന് പോയി ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരണം എന്നുള്ളതുകൊണ്ട് ഓക്സിജൻ ലെവൽ വളരെ കുറവുള്ള ഒരു സ്ഥലമാണ്. നോർമൽ ഒരാൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് സംസാരിക്കാൻ പോലും. കീമോണാസ്ട്രിയിൽ എത്തിയപ്പോൾ രജിജി പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര അതിശയകരമായിരുന്നു. അതേമാതിരി ഇവിടെ ലാവോസ്, ഞാൻ ഒരുപാട് എൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ് ലാവോസ് എന്ന് പേര്. നമ്മുടെ ഭോഗർനാഥർ സിദ്ധർ, പഴനിയിൽ നവപാഷാണം പ്രതിഷ്ഠ പഴനിച്ച ഭോഗർനാഥർ സിദ്ധർ ചൈനയിൽ പോയി അവിടെ ഒരു വേറൊരു ശരീരത്തിൽ ജീവെടുത്ത് ഒരു മതം സ്ഥാപിച്ചു, താവോയിസം. അതിൻ്റെ ഫൗണ്ടറാണ് ലാവോസ്. അത് ഭോഗർനാഥർ സിദ്ധരും ലാവോസും ഒരേ ഒരാളാണ്. ലാവോസിന് അവസാന കാലത്ത് നമുക്ക് പഠിച്ചാൽ തരും. അത് അദ്ദേഹം എഴുതിയൊരു പുസ്തകമുള്ളൂ, താവോ തേച്ചിങ്. അത് ആ പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം താവോയിസത്തിനെ കുറിച്ചിട്ട് ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. ലാവോസിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം തിരിച്ച് ടിബറ്റിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. പോത്തിൻ പുറത്ത് കയറി ടിബറ്റിലേക്ക് തിരിച്ച് വന്ന് ഹിമാലയത്തിൻ്റെ അവിടേക്ക് വന്നു എന്നാണ് കഥ. പക്ഷേ ആക്ച്വലി അദ്ദേഹം ഇവിടെ എത്തിയ സ്ഥലമാണ് ഇവിടെ നമ്മുടെ ഈ സ്പിറ്റി വാലി. കാരണം ഈ സ്പിറ്റി വാലിയാണ് ചൈനയുടെയും ഇന്ത്യയുടെയും സ്പിരിച്വൽ പാത്തിൻ്റെ സെൻട്രൽ പോയിന്റ്. അതായത് ടിബറ്റ്, ചൈനയുടെ ടിബറ്റ്, ആ ടിബറ്റിൻ്റെ ഇന്ത്യൻ സൈഡാണ് സ്പിറ്റി വാലി. ആരാണ് ലാവോസി? രജിജി പറഞ്ഞിരിക്കുന്ന ആ വീഡിയോയിൽ ലാവോസി എന്ന് പറയപ്പെടുന്നത് ഭോഗർ സിദ്ധർ ചൈനയിലേക്ക് യാത്ര ചെയ്ത് ഒരു ചൈനീസ് ബോഡിയിൽ പ്രവർത്തിച്ചതാണ് ലാവോസി എന്നായിരുന്നു ആ ചൈനീസ് ബോഡിയിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ പേര്. അദ്ദേഹം തിരിച്ചു വന്ന് കീ മൊണാസ്ട്രി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് സമാധിയായത്. അതിനുശേഷമാണ് വീണ്ടും ഭോഗറുടെ ശരീരത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയും പിന്നെ പഴനിയിൽ വന്നിട്ട് സമാധിയാവുകയും ചെയ്തത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള ഒരു യാത്ര തുടങ്ങി. യാത്രയുടെ പ്രത്യേകത, ഇത് ഓൾറെഡി 13,500 ഫീറ്റിൻ്റെ അടുത്ത് ആണ് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം. അതിൻ്റെയും മേലേക്ക് പോയിട്ട് 14,000 അടിക്ക് മേലെയുള്ള ഒരു സ്ഥലമായിരുന്നു ലാങ്സയിലെത്തുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ, വണ്ടീൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് മനസ്സിലായി അവിടെ പിച്ച് ഡാർക്കാണ്, നമ്മൾ അടുത്ത് നിൽക്കുന്ന ആളെ കാണാൻ പറ്റില്ല. രണ്ടാമത് ഭയങ്കര തണുപ്പായിരുന്നു, 3 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ആ സമയത്തെ ടെമ്പറേച്ചർ. ആൻഡ് ഇതിൻ്റെ കൂടെ അതിശക്തമായ കാറ്റും. അപ്പോൾ തണുപ്പിൻ്റെ ഭയങ്കര കഠിനത കൂടുതലായിരുന്നു. നമ്മൾ ഇറങ്ങി നടന്നു പോകുമ്പോൾ കാണാൻ കഴിഞ്ഞ ആദ്യത്തെ അത്ഭുതം എന്തായിരുന്നു വെച്ചാൽ, ബുദ്ധൻ ഇരിക്കുകയാണ്. ബുദ്ധൻ പക്ഷേ തിരിഞ്ഞിരിക്കുകയാണ്, ആകാശം നോക്കിയിട്ടായിരിക്കുന്നത്. നോർമലി നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോകുമ്പോഴോ അല്ലെ പ്രതിമ സ്റ്റാച്ചു കാണാൻ പോകുമ്പോഴോ നമ്മുടെ നോക്കിയിട്ടല്ലേ ഇരിക്കുന്നുണ്ടാവുക. ഇത് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ പോയി ഒരു 2 മിനിറ്റ്സ് ആകുമ്പോഴേക്കും രജിജി പറഞ്ഞു, ഇവിടെ എനർജി ഫീൽഡ് ഭയങ്കര കൂടുതലാണ്, ഞാൻ മെഡിറ്റേഷനിലേക്ക് പോവുകയാണെന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം ഒന്ന് മാറിയിരുന്നു, ഞങ്ങളും കുറച്ച് ദൂരേക്ക് മാറിയിരുന്നു. അവിടെ എത്തി കുറച്ച് പറഞ്ഞ പോലെ ഇരിക്കാൻ പറ്റണില്ല എനിക്ക്. പക്ഷേ ഞാൻ കുറച്ച് നേരം ഒരു ഇതിൽ പോയി പടിക്കെട്ടിൽ പോയി ഇരുന്നു. കുറച്ച് നേരം പ്രാർത്ഥിച്ചു, ആകാശം നോക്കി, സ്കൈ പാത്ത് നോക്കിയിരുന്നു. அதுக்கப்புறம் கொஞ்சம் எனர்ஜி எனக்கு ரிசீவ் பண்ண முடிஞ்சாச்சு. அதுக்கப்புறம் வேறு இடத்துல போய் ഇരുന്നു.
அங்கே கொஞ்சம் എനർജി എനിക്ക് റിസീവ് பண்ணியாச்சு എന്നോട് എനർജി ഫീൽഡ് ചേഞ്ച് ആയി തുടങ്ങിയാச்சு അപ്പോൾ എനിക്ക് പുരിഞ്ഞാச்சு ഇത് ഏതോ ഒരു മെസ്സേജ് കിടക്കെ പോകുന്നത് ഏതോ ഒരു വിഷയം നമുക്കൊരു മെസ്സേജ് മൃഗപരിപാടി തരപ്പോകുന്നത് ആ ഒരു എനർജി ഫീൽഡ് അദ്ദേഹത്തിന് മനസ്സിലാവുകയും ലൈക്ക് അവിടെ ചേഞ്ച് വരികയാണ് എന്നോട് പറഞ്ഞു ഇവിടെ ഒരു ചേഞ്ച് വരുന്നുണ്ട് മെസ്സേജ് വരുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞു എനിക്കവിടെ താഴെ കിടക്കണം കാരണം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞ പോലെ സർജറി കഴിഞ്ഞതാണ് അവിടെ ഒരു നോർമൽ പേഴ്സൺ ഇരിക്കാനോ എണീക്കാനോ പറ്റില്ല ഇദ്ദേഹം നിലത്ത് കിടക്കണം എന്ന് പറഞ്ഞു തറയിൽ അവിടെ ഭയങ്കര തണുപ്പാണ് എന്നിട്ട് ഞങ്ങൾ ജാക്കറ്റൊക്കെ നിലത്ത് വിരിച്ചു അവിടെ കിടന്നു അദ്ദേഹം ഞാൻ അപ്പം ഇവരോട് ചൊല്ലിച്ചു എനിക്ക് கொஞ்சம் നേരം പടുക്കണം അങ്ങ് തറയിൽ പടുക്കണം സാർ ഇവർ കേട്ടാச்சு ரொம்ப കാറ്റ് കുളിര് പടുക്കണം കണ്ടിപ്പോൾ പടുക്കണം എനിക്ക് ചൊല്ലി ഞാൻ പോയി പടുത്താച്ചു അങ്ങ് പോയി കടന്നിട്ട് ഞാൻ ആകാശം നോക്കിയിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നോട് ചുറ്റുള്ള എനർജി ഫീൽഡ് മാറി തുടങ്ങി എനിക്ക് എൻ്റെ മെസ്സേജിന് ഞാൻ ഇങ്ങ വന്നാച്ചു മുരുകപ്പുറം അനുപ്പിച്ചു എൻ്റെ മെസ്സേജ് കിടക്കെ പോകുന്നത് എനിക്ക് മെസ്സേജ് കിട്ടാൻ പോണു ഞാൻ ആ ഒരു എനർജി ഫീൽഡിൽ നിന്ന് ഞാൻ ഇവരോട് പറഞ്ഞു ഞാൻ എനിക്ക് അവർ പറഞ്ഞാൽ എന്നെ സഹായിക്കുന്നു വേണം ഞാൻ തനിയെ എനിക്ക് അവരെ ചാടി ഇട്ടു ഞാൻ കാരണം യുവരാജ് ചൊല്ലുമ്പോൾ ഞാൻ ആകെ ചേഞ്ചായി ശരിക്കും ഞാൻ നേരെ മുമ്പിലേക്ക് നടന്നു പിന്നെ അദ്ദേഹം ഉറക്കെ പഴനിയാണ്ടവനെ വിളിക്കുകയായിരുന്നു ഓം ശരവണഭവായ നമ്മൾ പറയുമായിരുന്നു മുരുകഭഗവാനെ വിളിക്കുകയായിരുന്നു ആ സമയത്ത് ഞങ്ങൾ കുറച്ച് മാറിയൊക്കെയാണ് ഉണ്ടായത് അതിനുശേഷം അദ്ദേഹം കുറച്ച് മുന്നേട്ടേക്ക് പോയിട്ട് അവിടെ ഒരു കൊടി ഉണ്ടായിരുന്നു ഒരു ഫ്ലാഗ് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിടിച്ച് അദ്ദേഹം നിന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു ആ സീക്രട്ട് കിട്ടി അശോകനും 9 പേരും ഉള്ള സീക്രട്ട് കിട്ടി അതിൻ്റെ അവരുടെ ബ്ലെസ്സിങ്സ് കിട്ടി അപ്പോൾ ബുദ്ധ പ്രതിമ ഇരിക്കുന്നുണ്ട് ബുദ്ധര ആകാശം പാക്കണ മാതിരി താൻ സ്റ്റാച്ചു വെച്ചിരിക്കുന്നത് അതൊക്കെ കണ്ടിപ്പോൾ ഒരു കാരണമായിരിക്കും അവരപ്പടി വെച്ചിരിക്കണമെങ്കിൽ അപ്പോൾ ഞാൻ അവിടെ പോയി നിന്ന് ആകാശം നോക്കിയപ്പോൾ എനിക്ക് ആ മെസ്സേജ് കിട്ടി അപ്പം ഞാൻ ചില ആൾക്കാരെ കണ്ടു അപ്പോഴാണ് ഞാൻ യുവരാജ് നേരത്തെ ചൊല്ലിയ മാതിരി ഞാൻ സല്യൂട്ട് പണി 2 വട്ടം ഞാൻ സല്യൂട്ട് ചെയ്തു ഞാൻ അപൂർവമായിട്ട് എനിക്ക് ചില സമയങ്ങളിൽ അത്രയും ചെയ്യണമെന്ന് തോന്നാറുണ്ട് ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന് മുമ്പ് 1-2 അശോകനും 9 പേരും ഉള്ള സീക്രട്ട് കിട്ടി അതിൻ്റെ അവരുടെ ബ്ലെസ്സിങ്സ് കിട്ടി അവരുടെ ബ്ലെസ്സിങ്സും അവരുടെ ആ പവറും എനർജിയും ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ ആ ബ്ലെസ്സിങ്സ് അദ്ദേഹത്തിന് കിട്ടിയെന്ന് അദ്ദേഹം അവിടുന്ന് പറയുകയുണ്ടായി എന്നിട്ട് തിരിച്ചു വരാനുണ്ടായി സോ അശോക ആൻഡ് ദ 9 അൺനോണിൻ്റെ ബ്ലെസ്സിങ്സ് ഓൾറെഡി രജിത് ജി അവിടെ പോയിട്ട് റിസീവ് ചെയ്ത് കഴിഞ്ഞു ആ ഒരു എനർജി റിസീവ് ചെയ്ത് കഴിഞ്ഞു ആ ഒരു എനർജി ഭാരതത്തിൻ്റെ പൊളിറ്റിക്സിലും ഇനി വരാൻ പോകുന്ന കുറേ കാര്യങ്ങളിലും അവരുടെ ഇടപെടലുകൾ ഉണ്ടാവുമെന്ന് അദ്ദേഹം പറയുന്നു ഈ ഇടപെടലുകൾ എന്തായിരിക്കും അവരുടെ എനർജി എങ്ങനെയാണ് ഭാരതത്തിൻ്റെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ ഇനി ഹെൽപ്പ് ആവാൻ പോകുന്നതെന്നുള്ളത് രജിത് ജി തന്നെ പറയും വീഡിയോസിൽ അതുപോലെ തന്നെ നമുക്കും കാണാൻ പറ്റും ഇനി എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ശരവണഭവായ